നമസ്കാരം, ഞാൻ സുനിൽ മഠത്തിൽ. എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു സമയമാണ്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. ക്രിസ്മസിന് ഒരു ചിന്ത പങ്കുവെക്കാമെന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇവിടെ വന്നത്. തീർച്ചയായും നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ചെറിയൊരു കഥ ഞാൻ പറയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19 ഇങ്ങനെ പറയുന്നുണ്ട്. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരി പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ളൊരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവൻ ആകൊണ്ട് പുരുഷാര നിമിത്തം അവന് കഴിഞ്ഞില്ല. എന്നാൽ അവൻ മുന്നോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായൊരു മനുഷ്യരോട് പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടങ്ങി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, സക്കായി കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചിട്ടാണ് മരത്തിന് മുകളിൽ കയറിയത്. തീർച്ചയായിട്ടും അദ്ദേഹം ആള് കുറിയവനായിരുന്നു എന്നാണ് പറയുന്നത്. പൊക്കം കുറവുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഏതായാലും സക്കായിയെ കർത്താവ് പറഞ്ഞു, സക്കായിയെ, ഇന്ന് ഞാൻ നിൻ്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. സക്കായി കർത്താവിനെ സ്വീകരിച്ചു. കർത്താവ് സക്കായിയുടെ കൂടെ ആയി. കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കർത്താവ് സക്കായിയെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു മാറ്റമാണ് നമ്മളവിടെ കാണേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ അദ്ദേഹം തൻ്റെ സ്വത്ത് പകുതി ദരിദ്രർക്ക് കൊടുക്കാനും താൻ പറ്റിച്ചു വാങ്ങിയിട്ടുള്ളവർക്ക് അതിന് 4 ഇരട്ടി തിരിച്ചു കൊടുക്കാനും തീരുമാനിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെയാണ് സംഭവിച്ചത്. കർത്താവ് പിറക്കുമ്പോൾ അത് ആഘോഷിക്കുന്ന നമ്മളുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും ഇങ്ങനെയൊരു ചിന്ത ഉണ്ടാകേണ്ടത് വളരെയേറെ ആവശ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ചിന്ത നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം. കർത്താവ് പിറക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും സമൂല മാറ്റം സംഭവിക്കാൻ ഇടയാകട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ.